ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ചുരുളഴിക്കാനാവാതെ കുഴങ്ങുകയാണ് പോലീസ്. പ്രതിയായ ഹരികുമാർ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഗുഡ് മോർണിംഗ്. വളരെ ദുരൂഹത എന്നതിനപ്പുറം വളരെ ദാരുണമായൊരു സംഭവം കൂടിയായിരുന്നു അത്. തുടക്കം മുതൽ ഒരു സംശയം പറയുന്നുണ്ട്, അമ്മ ശ്രീധുവിന് ഇതിലുള്ള പങ്ക് അത് ചോദ്യം ചെയ്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ എന്താണ് അമൽ? ഈ കേസിൽ ഇതുവരെയും പോലീസിനൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഈ ചോദ്യം ചെയ്യലിലും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിന്റെ സമയത്തുമെല്ലാം പരസ്പര വിരുദ്ധമായാണ് ഈ പറയുന്ന ഹരികുമാർ സംസാരിക്കുന്നത്. അതിനാൽ തന്നെ പോലീസിന് കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഉൾവിളി ഉണ്ടായി. അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായ സമയത്ത് ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഹരികുമാർ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പറയുന്ന കാര്യം തൊട്ട് അടുത്ത ചോദ്യം ചെയ്യലിൽ മാറ്റി പറയുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ശ്രീധു, ഹരികുമാറിന്റെ സഹോദരി ശ്രീധു ഉണ്ട്. ശ്രീധുവിനെ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട്, കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. പോലീസിനും ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കൂടുതലായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇപ്പോഴും പൂജപ്പുരയിലെ ഒരു മഹിളാ മന്ദിരത്തിൽ ശ്രീധു ഉണ്ട്. ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. അതോടൊപ്പം തന്നെ ശ്രീധുവിൻ്റെ അമ്മ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന പുതിയൊരു സംശയം ഉദയകുമാറിൻ്റെ മരണമാണ്. ഉദയകുമാർ എന്ന് പറയുന്നത് ഹരികുമാറിൻ്റെ അച്ഛനാണ്. മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം കൃത്യം ഒരാഴ്ച പൂർത്തിയാവുകയാണ്. അപ്പോൾ ആ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട്. അതിൽ കൂടി വ്യക്തത ഉണ്ടാകണമെന്ന കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്നു. പോലീസ് നിലവിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു റൂറൽ എസ് പി, അതോടൊപ്പം തന്നെ 2 DYSPമാർ, അതോടൊപ്പം 3 CIമാർ, ഇങ്ങനെയുള്ളൊരു സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഇതോടൊപ്പം തന്നെ ഒരു പൂജാരിയുടെ പങ്ക് സംബന്ധിച്ച വിഷയത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ശംഖുമുഖം സ്വദേശിയായ ദേവിദാസൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടന്ന പണമിടപാടുകളിലും മറ്റും പോലീസിന് ചില സംശയങ്ങളുമുണ്ട്. ഇയാളെയും ഇന്ന് ചോദ്യം ചെയ്യുന്നത് തുടരും. അതോടൊപ്പം തന്നെ നാട്ടുകാരടക്കമുള്ളവരുടെ കൂടുതൽ മൊഴികളും മറ്റും രേഖപ്പെടുത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. മോദി. ശരി അമൽ.